എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. ഇന്ന് ഡേ 10 വാരാഹി സ്പെഷ്യൽ പൂജയാണ്. അപ്പോൾ ലാസ്റ്റത്തെ എല്ലാ വീഡിയോസിലും എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേരും നാളും അതുപോലെ തന്നെ ആവശ്യവും എല്ലാം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വീഡിയോയിലും എല്ലാവരും പേരും നക്ഷത്രവും അതുപോലെ തന്നെ ആവശ്യവും മെൻഷൻ ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതനുസരിച്ച് എനിക്ക് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വാരാഹി ദേവിയെ അറിയാത്തവർക്കായിട്ടും അതുപോലെ തന്നെ വാരാഹി ദേവിയുടെ പ്രെയർ അല്ലെങ്കിൽ മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ട ആ രീതികൾ പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പം അതിനൊക്കെ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ നന്നായിക്കോട്ടെ. അപ്പോൾ അവർ ആ ഒരു മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ട രീതികളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവർക്കും ചൊല്ലാനുള്ള ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാം. വാരാഹി ദേവിയോടുള്ള വിശ്വാസം വരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ അതെല്ലാവരും അത് ചെയ്യുക. ഇന്നത്തെ ഡേ 10 വാരാഹി സ്പെഷ്യൽ പൂജയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രാർത്ഥന ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ കുടുംബ ഐക്യം, തൊഴിൽ ലഭ്യത, സന്താന സൗഭാഗ്യം ഇതൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നുണ്ട് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാവരും തന്നെ പേരും നക്ഷത്രവും ആവശ്യവും അടങ്ങുന്നത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂജയിൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും എല്ലാ രീതിയിലും സാമ്പത്തിക ബാധ്യത ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരു കുടുംബം ആകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരായിക്കോട്ടെ അവർക്കൊക്കെ തന്നെ കടവും അതുപോലെ തന്നെ പല രീതിയിൽ അവരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ നമുക്ക് ഒരു പരിഹാരം എന്ന് പറയുന്നത് മാക്സിമം ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അവർക്കത് തിരിച്ചു തരാനുള്ള ആ ഒരു ശേഷി ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ കടം കൊടുക്കുന്നവരായാലും കടം വാങ്ങുന്നവരായാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കടം വാങ്ങുന്നവരായാലും അവർക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ കടം വാങ്ങുന്നത് അല്ലേ. അപ്പോൾ എന്നാൽ പോലും അത് അവരെയും ബുദ്ധിമുട്ടിലാഴ്ന്നതാണ്. ചിലപ്പോൾ കൊടുത്ത ആൾക്ക് ചിലപ്പോൾ അവർക്ക് ഇല്ലാത്ത കാശായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്, അവർക്കും അത് വേണം. അതുപോലെ വാങ്ങിയ ആൾക്ക് അത്രയും ബുദ്ധിമുട്ട് വന്നതുകൊണ്ടായിരിക്കാം ചോദിച്ചത്. അപ്പം ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ കടം വാങ്ങുന്ന പരിപാടികൾ ശ്രദ്ധിക്കുക. നമുക്ക് അത് വളരെ ബുദ്ധിമുട്ട് ചെലുത്തുന്ന ഒരു സംഭവമാണ് ശരിക്കും. അപ്പോൾ മാക്സിമം നമ്മളത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേഞ്ചസ് വരാം. അത് ഞാൻ പറയാൻ കാര്യം, ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരു വ്യക്തി എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നത് സത്യമാണ്, വാരാഹി ദേവി അത്ഭുതമാണ്, ആ ശക്തിയുടെ മന്ത്രം എത്രത്തോളം അത് പവർഫുൾ ആണെന്നുള്ള കാര്യം പറയാനുള്ള അത്രയും പറയാനുള്ള ഒരു ഇത് അയക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ആണെന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അയാളുടെ കാര്യങ്ങളെല്ലാം ഒരു ഫോട്ടോ വെച്ചിട്ട് ആണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വാരാഹി ദേവിയുടെ കാര്യം അറിഞ്ഞ ശേഷം ഒരു വിളക്ക് തെളിയിച്ച് ആ ഒരു വ്യക്തിക്ക് ദേവിയോടുള്ള ആ ഒരു വിശ്വാസം, അത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ച് കിട്ടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അവർ ശരിക്കും വാരാഹി ദേവിയുടെ ഭക്ത തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏതൊരു കാര്യത്തിലായാലും നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും ഒരു സക്സസ് കിട്ടുള്ളൂ അല്ലേ, ഒരു വിജയം കിട്ടുള്ളൂ. ആ ഒരു വിജയത്തിൽ എത്തണമെങ്കിൽ അത്രയും നമ്മൾ പരിശ്രമിക്കുകയും വേണം. അതോടൊപ്പം ദൈവവിശ്വാസവും ദേവിയോടുള്ള ഒരു ഭക്തിയും കറക്റ്റ് കൊണ്ടുപോവുകയും വേണം. വാരാഹി ദേവി അത്ഭുതം തന്നെയാണ്, എത്ര പറഞ്ഞാലും മതിയാവില്ല. കാര്യം ഏതൊരു ദുഃഖത്തിലും അല്ലെങ്കിൽ ഏതൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയാലും ശരി, നമ്മളെ കാത്ത് രക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭഗവതി തന്നെയാണ് വാരാഹി ദേവി.
ഇതൊരു അത്ഭുതം തന്നെയാണ് വാരാഹി ദേവി. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് എത്രയും പ്രഷ്യസ് ആണ് ഈ ഒരു ദേവി അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയും 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 ശക്തിയാണ്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ മാക്സിമം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമായാലും അത് മാറി നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ദേവിയുടെ സഹായത്താൽ നിങ്ങൾക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഇതുവരെയും വാരാഹി ദേവിയെ ആരാധിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു ഫോട്ടോ, അത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്ത് ഫോട്ടോ ഫ്രെയിം ചെയ്താലും മതി. നിങ്ങൾക്ക് ഫോട്ടോ വാങ്ങാൻ പറ്റാത്ത ആളാണെങ്കിൽ ഒരു വിളക്ക് തെളിയിക്കുക. ദേവിയുടെ മന്ത്രങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഓരോ വീഡിയോസിനകത്തും കൊടുത്തിട്ടുണ്ട്. ഏത് മന്ത്രമായാലും അത് 21 തവണ നിങ്ങളുടെ കംഫർട്ട് ടൈം അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം മുൻനിർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്, ശുദ്ധിയായിരിക്കണം. അതുപോലെ തന്നെ മനസ്സ് ശുദ്ധിയായിരിക്കണം. മനഃശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ദൈവം വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അവിടെ ദൈവം ഇറങ്ങി പോകാനുള്ള സിറ്റുവേഷൻ നമ്മളാക്കരുത്. മനസ്സത്രയും ശുദ്ധിയായിരിക്കണം. നമ്മളൊരാൾ നശിച്ചു പോകാനോ അല്ലെങ്കിൽ ഒരാൾ നശിക്കട്ടെ, ഞാൻ നന്നായിക്കോട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത്. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് എത്രത്തോളം അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ കാര്യം ദൈവം ശ്രദ്ധിക്കുള്ളൂ. എല്ലാവരും നന്നായിക്കോട്ടെ. ദുഷ്ടരും ശത്രുക്കളും എന്തോ ആയിക്കോട്ടെ, അവരെല്ലാവരും നശിക്കണം. അവരൊരിക്കലും നമ്മുടെ ലൈഫിലോ അല്ലെങ്കിൽ നമുക്ക് നേരെ ഒന്നിനും ഇതാക്കാൻ പാടില്ല. അവരൊക്കെ നശിക്കും. അതേസമയം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഞാനടക്കം ഒരുപാട് പേര് അല്ലേ, ഒരുപാട് പേർക്കാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഡെയിലി. അപ്പോൾ അവരുടെ അനുഗ്രഹവും അതുപോലെ ദേവിയുടെ ബ്ലെസ്സിങ്സും എനിക്ക് വലുതാണ്. എനിക്കത് കിട്ടും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം. നാട് നന്നാവുന്നത് പോലെ തന്നെ ആളുകളും അല്ലേ, അങ്ങനെ വിശ്വസിക്കണം. അതായത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ നമ്മുടെ കാര്യം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അത് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ദേവിയുടെ മന്ത്രം ഒരു ദിവസം പോലും മിസ്സാക്കാതെ കറക്റ്റ് 21 തവണ ജപിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുള്ളൂ. വാരാഹി ദേവിയുടെ പ്രാർത്ഥന, വാരാഹി ദേവിയുടെ വിശ്വാസം, അതെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും ഒരു വിജയം സംഭവിക്കുകയുള്ളൂ. ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതിശക്തിയാണ് വാരാഹി ദേവി. ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വരാഹരൂപം പൂണ്ട ദേവിയുടെ ആ ഒരു രൂപം, അതായത് മൃഗത്തിൻ്റെ ആ ഒരു സ്വരൂപം അല്ലെങ്കിൽ ആ ഒരു രൂപം ഉള്ള ദൈവങ്ങളിൽ ഒരു പ്രത്യേക പവർഫുള്ളാണ്. ഭയങ്കര പവറാണ് അവർക്ക്. അതിനൊരു എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗണപതി ഭഗവാനെ ഒരു കാര്യത്തിലും ഒരു പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊരു നല്ല കാര്യത്തിലും ഭഗവാനെ വിചാരിക്കാതെ നമ്മളത് ചെയ്താൽ അത് നടക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾ മാക്സിമം പ്രാർത്ഥിക്കുക, ദേവിയോടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കുക, ദിവസവും പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ പ്രാർത്ഥിക്കാവൂ. പ്രത്യേക സമയവുമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സമയമാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ ദേവിയെ ആരാധിക്കാവുന്നതാണ്. ദേവിയെ ആരാധിക്കാനായിട്ട് സ്പെഷ്യൽ ടൈം ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ പറയേണ്ട ഒരൊറ്റ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാരാഹി ദേവിയുടെ പ്രെയർ ടൈം അല്ലെങ്കിൽ ആ ഒരു ദേവിക്ക് ഏറ്റവും ഉത്തമം, നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഉത്തമമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് മിഡ് നൈറ്റാണ്, അർദ്ധരാത്രിയാണ്. അപ്പോൾ അർദ്ധരാത്രിയുള്ള പ്രെയർ എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അർദ്ധരാത്രി പൂജയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ചിട്ട് പ്രാർത്ഥിക്കാനാകും. അപ്പോൾ അതിനേക്കാളും നല്ലത് എല്ലാവരും സന്ധ്യാനേരമാണ് മിക്കവരും ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയമാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ശുദ്ധി വരുത്തിയ ശേഷം വിളക്ക് തെളിയിച്ച് 21 തവണ മന്ത്രം ഉരുവിടാവുന്നതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ പോലും ശുദ്ധിയായിട്ട് നിങ്ങൾക്ക്
ജപിക്കാം. അപ്പോൾ ഈ ജപിക്കുന്ന മന്ത്രം ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യാം, കൂടെ ജപിക്കാം. ഓം വജ്രഘോഷം, 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 ഓം
वज्रघोषम् ॐ 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 वज्रघोषम्